ബംഗാളി നടിയുടെ പരാതിയിൽ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. IPC 384 ചുമത്തിക്കൊണ്ട് കേസെടുത്തു എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ബംഗാളി നടിയുടെ വിഷയത്തിൽ രഞ്ജിത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ വ്യാപകമായ പ്രതിഷേധമുയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പിന്നീടാണ് രഞ്ജിത്തിന് രാജി സംഭവിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. ഇപ്പോൾ രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ നടി തീരുമാനിക്കുകയായിരുന്നു. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ IPC 384 പ്രകാരം രഞ്ജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. നടൻ മുകേഷിനെതിരെ, ജനപ്രതിനിധി കൂടിയായ മുകേഷിനെതിരെ എന്തുകൊണ്ട് നടപടിക്ക് സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വിമർശനമാണ് വ്യാപകമായി ഉയരുന്നത്. പ്രതിപക്ഷം ആ വിഷയം ഏറ്റെടുക്കുകയും കൊല്ലത്ത് നിന്ന് പ്രതിഷേധ പരിപാടി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കും. അതെ, കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിജീവിതയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് സംവിധായകൻ രഞ്ജിത്തിനെതിരെ. അത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിനിപ്പോൾ ഒരു SIT ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാൻഡേറ്റ് കിട്ടിയതിന് ശേഷം അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നതായിരിക്കും. അതെ, അത് ഈ SITയുടെ മാൻഡേറ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻ കിട്ടിയതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ചുള്ള തുടർ നടപടികൾ എടുക്കുക. അതെ, അതല്ല ഇപ്പോൾ പറഞ്ഞത്. മൊഴിയെടുക്കൽ 354 സെക്ഷൻ 354 പഴയ IPC സെക്ഷൻ 354 ആണ്. അല്ലമീൻ വിവരങ്ങളുമായി. അല്ലമീൻ, ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രതികരണം കണ്ടു. IPC 384 പ്രകാരം കേസെടുത്തിരിക്കുന്നു. പരാതി തരാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്താണ് മനസ്സിലാക്കാനാകുന്നത്? ഇപ്പോൾ മൊഴിയടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നറിയുന്നു. എപ്പോഴായിരിക്കും? എറണാകുളം നോർത്ത് പോലീസാണ് സ്മൃതി വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ പോലീസ് ആസ്ഥാനം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ ആസ്ഥാനം കേന്ദ്രീകരിച്ച് ചർച്ചകളും കൂടിയാലോചനകളും നടന്നിരുന്നു. അതിനുശേഷമാണ് പരാതിയും നോർത്ത് പോലീസിന് കൈമാറുകയും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. IPC 354 പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ബോധത്തോടുകൂടി ഒരു വനിതയ്ക്ക് നേരെ അവരുടെ ഐഡന്റിറ്റിക്കും അവരുടെ അസ്തിത്വത്തിനും കോട്ടം തട്ടുന്ന വിധത്തിലുള്ള ഒരു പെരുമാറ്റവും മറ്റും ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ ബംഗാളി നടി ഓൺലൈൻ ഇമെയിൽ വഴിയാണ് പോലീസിന് പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും. കാരണം ഈ IPC നിലവിലുണ്ടോ എന്നൊരു സംശയം അവിടെ ഇല്ലേ? ഈ കേസ് നടക്കുന്ന സമയത്ത്, ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്ന സമയത്തുള്ള വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് കൂടിയാലോചനകൾക്ക് ശേഷമാണ് അത്തരമൊരു നടപടിയിലേക്ക്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിൽ അന്നത്തെ രൂപത്തിലേക്ക് കേസെടുക്കാവൂ അല്ലേ എന്നാണ് ലഭിക്കുന്ന വിവരം. ആ രീതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും കൂടിയാലോചനകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിറ്റി പോലീസ് കമ്മീഷണർ ആസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ വകുപ്പ് പ്രകാരം തന്നെ കേസെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്മൃതി, അങ്ങനെയാണ് ലഭിക്കുന്ന വിവരവും. ഇനി ഈ വിഷയത്തിൽ DG സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലായിട്ടാണ് നടി പരാതി നൽകിയിരുന്നത്. അതുകൊണ്ട് അവരുടെ വിശദമായ മൊഴി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തണം. അത് നേരിട്ട് തന്നെ മൊഴി രേഖപ്പെടുത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ നടിയെ കേരളത്തിലേക്ക് വിളിപ്പിച്ചേക്കാം. ഇനി അതല്ല, അവരുടെ സൗകര്യപൂർവ്വം ഒരുപക്ഷെ അന്വേഷണ സംഘം ബംഗാളിലേക്ക് പോയി അവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും അത് വൈകാതെ തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ IPC 354 എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് രഞ്ജിത്തിനെതിരായ കുറ്റങ്ങൾ? ചോദ്യം ഒരിക്കൽ കൂടി. IPC 354 പ്രകാരം കേസെടുക്കുമ്പോൾ എന്തൊക്കെയാണ് കുറ്റങ്ങളിൽ വരിക? ഒന്ന്, അസോൾട്ടിങ് ഓർ യൂസിങ് ക്രിമിനൽ ഫോഴ്സ് അഗൻസ്റ്റ് എ വുമൻ. ഒരു സ്ത്രീക്ക് നേരെ ക്രിമിനൽ സ്വഭാവത്തോടുകൂടി, ക്രിമിനൽ മൈൻഡോടുകൂടി പെരുമാറുക, അവരെ ദ്രോഹിക്കുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, അവരുടെ അസ്തിത്വത്തിനും അവരുടെ സ്ത്രീത്വത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു നടപടിയിലേക്ക്, അല്ലെങ്കിൽ അത്തരമൊരു ഉദ്ദേശത്തോടു കൂടിയുള്ള പെരുമാറ്റം. ഒപ്പം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത്തരമൊരു, അതായത് ഒരു സ്ത്രീക്ക് നേരെ അവരുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പെരുമാറ്റം എന്നുള്ള വകുപ്പാണ് ഇപ്പോൾ ചൂണ്ടിയാണ്, വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൊടുത്ത പരാതിയിൽ നടി പറഞ്ഞതും അത് തന്നെയാണ്. ഒരു സിനിമയുടെ ചർച്ചയ്ക്കായി തന്നെ വിളിക്കുന്നു. അതിനുശേഷം തന്റെ അനുമതിയില്ലാതെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി തന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിക്കുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്
പരാതി നൽകിയിരിക്കുന്നത്. തന്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റമെന്നും ആ പരാതിയിൽ നടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടി ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ആ സാഹചര്യം മുൻനിർത്തി കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതായിരുന്നു പരാതിയിൽ ആവശ്യം. IPC 354, 354A വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നുള്ളതായിരുന്നു ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ എറണാകുളം നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതിക്ക് ആധാരമായി ഇനി എന്ത് തെളിവ് നടി ഹാജരാക്കുമെന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. ആ തെളിവ് ഹാജരാക്കാൻ സാധിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട്, അന്ന് സംഭവം നടക്കുമ്പോൾ തന്നെ അത് സംബന്ധിച്ച് തന്റെ സുഹൃത്തും സഹപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള ജോഷി ജോസഫിനോട് ഈ വിവരം സൂചിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല പിറ്റേ ദിവസം തന്നെ ഈ വിവരം സൂചിപ്പിച്ചിരുന്നു. പിന്നീട് ഇവിടെ നിന്നുള്ള മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റൊന്നും തനിക്കില്ലായിരുന്നു. തനിക്ക് ഈ നാട് വലിയ പരിചയമില്ലായിരുന്നു. അതുകൊണ്ട് മടക്കയാത്രയ്ക്കും ജോഷി ജോസഫിന്റെ സഹായം തനിക്ക് തേടേണ്ടി വന്നു. അതുകൊണ്ട് ആ സംഭവം നടന്നപ്പോൾ തന്നെ ഈ വിഷയം സംബന്ധിച്ച്, പ്രശ്നം സംബന്ധിച്ച്, തനിക്കെതിരെ ഉണ്ടായ അതിക്രമം സംബന്ധിച്ച് ജോഷി ജോസഫിനോട് വിവരിച്ചിരുന്നു എന്ന് തന്നെയാണ് ആ പരാതിയിൽ പറയുന്നത്. സ്വാഭാവികമായും നടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോഴും മൊഴിയിൽ നടി ഇതേ വിവരം തന്നെ പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ ജോഷി ജോസഫിന്റെ ഉൾപ്പെടെ ഒരു മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്യും. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത നോർത്ത് പോലീസ് തന്നെ ഈ കേസ് തുടർന്ന് അന്വേഷിക്കുമോ, ഇനി അതല്ല FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം സർക്കാർ കഴിഞ്ഞ ദിവസം രൂപീകരിച്ച പ്രത്യേക സംഘത്തിന് ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതല കൈമാറുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏതായാലും പ്രാഥമിക നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ലഭിച്ചതിന് പിന്നാലെ തന്നെ അതിന്റെ വിശദമായ കൂടിയാലോചനകൾക്ക് ശേഷം നോർത്ത് പോലീസിന് പരാതി കൈമാറുകയും ഇപ്പോൾ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ശരി, 15 വർഷം മുൻപ് കൊച്ചിയിൽ നടന്ന സംഭവമാണ്. അതുകൊണ്ട് നോർത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. IPC 354 പ്രകാരമാണ് ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്.